ലാലേട്ട, ലക്ഷ്മി പലതവണ എന്നോട് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഗേ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളതെല്ലാം ലക്ഷ്മി എന്തിനാണ് അറിയുന്നത്? ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജെൻഡർ റിവീൽ ചെയ്യുവാൻ വേണ്ടിയല്ല. നിങ്ങൾ അത് നോക്കി എന്നെ വിലയിരുത്തുകയും വേണ്ട. ഞാൻ എന്താണോ ഇവിടെ ഗെയിം കളിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ എൻ്റെ ജെൻഡർ കട്ട് ഇവിടെ എടുത്തിടേണ്ട ഒരു കാര്യവും എനിക്കില്ല. നമ്മൾ എല്ലാവരും ഇവിടെ ഗെയിം കളിക്കുവാൻ വേണ്ടി വന്നതാണ്. ഈ BB ഹൗസിലുള്ള എല്ലാവരും ഈക്വൽ തന്നെയാണ്. നമ്മൾ BB ഹൗസിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിന്റെ കാര്യത്തിൽ വിലയിരുത്തുക. പുറത്ത് നമ്മൾ എന്താണെന്നോ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നോ നമ്മുടെ ജെൻഡർ എന്തു തന്നെ ആയിക്കോട്ടെ അതൊന്നും ഇവിടെ കൊണ്ടിടേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ ഓരോരുത്തരെയും വിമർശിക്കേണ്ടത് അവരുടെ ഗെയിം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അല്ലാതെ പുറത്തുള്ള അവരുടെ ലൈഫ് സ്റ്റോറി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടരുത്. നിങ്ങൾക്ക് ഇവിടെയുള്ള ആരുടെയെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തുപോയി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ലക്ഷ്മിയോടായിരുന്നു നെവിൻ ഇക്കാര്യം പറഞ്ഞത്. അതായത് ആദിലയുടെയും നൂറയുടെയും വിഷയം ഹൗസിനുള്ളിൽ ഒരു ചർച്ചാ വിഷയമായപ്പോഴാണ് നെവിൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. ഈ ഹൗസിനുള്ളിൽ ആദിലയും നൂറയും നമ്മുടെ ഹൗസ്മേറ്റ്സ് ആണ്. അവർ നല്ല ഗെയിമേഴ്സും നല്ല കപ്പിൾസുമാണ്. അല്ലാതെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ് എന്നൊന്നും ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഈ BB ഹൗസിന്റെ പുറത്തു പോയി നിന്ന് പറയൂ. ഇവരുടെ കൂടെ ഗെയിം കളിക്കുവാനും ഇവരുടെ കൂടെ ജീവിക്കുവാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങളങ്ങ് ഇറങ്ങിപ്പോക്കോളൂ എന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.